എല്ലാ അർത്ഥത്തിലും തുർക്കിക്ക് പണി കൊടുത്തുകൊണ്ട് ഇന്ത്യ മുന്നേറുകയാണ്. അതിനിടയിലാണ് തുർക്കിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇന്നലെ ഇറങ്ങിയത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇറക്കിയ ഉത്തരവനുസരിച്ച് ഇന്ത്യയിൽ ഏതാണ്ട് 9 എയർപോർട്ടുകൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സൗകര്യം ഒരുക്കുന്ന ഒരു തുർക്കിഷ് കമ്പനിയുണ്ട്, സെലിബി. ഈ തുർക്കിഷ് കമ്പനിയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചുകൊണ്ട് അവരുടെ സെക്യൂരിറ്റി ലൈസൻസ് പിൻവലിച്ചുകൊണ്ട് ഉത്തരവിറക്കി. സെലിബി എന്ന് പറയുന്ന ഈ കമ്പനി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗും വീൽ ചെയർ ഹാൻഡ്ലിംഗും പാസഞ്ചർ സർവീസ്, കാർഗോ ഹാൻഡ്ലിംഗും ഒക്കെ കൈകാര്യം ചെയ്യുന്ന സെലിബി എന്ന് പേരുള്ള ഈ തുർക്കിഷ് കമ്പനി അതിന്റെ ഇന്ത്യൻ വിങ് ആണ് സെലിബി ഏവിയേഷൻസ് ഇന്ത്യ. ഇന്ത്യയിലെ സുപ്രധാനമായ 9 എയർപോർട്ടുകളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ യാത്രക്കാരുടെ ലഗേജ് കൈകാര്യം ചെയ്യുന്നത്, എയറോ ബ്രിഡ്ജ്, വീൽ ചെയർ, കാർഗോ, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ എയർ ഹാൻഡ്ലിംഗ് കമ്പനികളാണ്. ഈ 9 എയർപോർട്ടുകളിലെ മുഖ്യ സാന്നിധ്യമാണ്. അവർ മാത്രമല്ല, ഇപ്പം ഇൻഡിഗോയ്ക്കും എയർ ഇന്ത്യക്കും ഒക്കെ അവരുടേതായ എയർ ഹാൻഡ്ലിംഗ് സംവിധാനമുണ്ട്. അത് സെപ്പറേറ്റ് കമ്പനി ഒക്കെയാണ് അവർക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇൻഡിഗോയുടെ ഓപ്പറേഷനോ എയർ ഇന്ത്യയുടെ ഓപ്പറേഷനോ ഒന്നും ബാധിക്കുകയില്ല. പക്ഷേ മറ്റു പല വിമാന കമ്പനികളും ഈ സെലിബി ആശ്രയിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. സെലിബി ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നാണ്. ഏതാണ്ട് 1958 തുടങ്ങിയ സെലിബി എന്ന് പറയുന്ന തുർക്കിഷ് കമ്പനി ഏതാണ്ട് 70ഓളം രാജ്യങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൈകാര്യം ചെയ്യുന്നുണ്ട്, ഇന്ത്യ അടക്കം. അത്ര വലിയ കമ്പനിയാണ്. ഇന്ത്യയിൽ മാത്രം 7800 ജീവനക്കാരുണ്ട്. അങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്ന എയർപോർട്ടുകളിലൊന്നും നമ്മുടെ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. ഈ നെടുമ്പാശ്ശേരിയിൽ മാത്രം 300 ജീവനക്കാർ സെലിബിക്കും. ഡൽഹിയിലെയും ഹൈദരാബാദിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസി സെലിബിയാണ്. ഇത് ഇന്നലെ മുതൽ അസാധുവാണ്. ഇന്നലെ വ്യോമയാന മന്ത്രാലയം ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ഇമ്മീഡിയറ്റ് എഫക്ട് എന്നാണ്. സുരക്ഷാ കാരണങ്ങളാൽ സെലിബി എന്ന ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിക്ക് ഇന്ത്യൻ എയർപോർട്ടിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് റദ്ദ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഇന്നലെ മുതൽ അവർക്ക് പ്രവർത്തനം സാധിക്കുന്നില്ല എന്നത്.